ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് അഗെയിൻ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ നമുക്ക് തമിഴിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും വീഡിയോ എന്താണെന്നുള്ളത്. നമുക്ക് വീഡിയോയിലോട്ട് പോണതിന്റെ മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുമ്പോഴല്ല അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് തോന്നത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ട്, ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവൽ ആണ്. നമ്മുടെ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം, ചെയ്ത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ കെയർ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ ഇതിൽ പറയുന്നത്, കുറെ പേര് ഇപ്പോഴും ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാൻ പേടിക്കുന്നവരാണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിയാത്തവരാണ്. അപ്പം അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ തരാം എന്നുള്ള രീതിക്കാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് ഞാൻ എങ്ങനെയാണ് എന്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നത്, ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നിങ്ങളൊരു ബിഗിനർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഓൾറെഡി നിങ്ങൾ ഇതിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ്, എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. എന്താ പറയുക, ബിഗിനർ ആണ്, നിങ്ങൾ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ പലരും മടിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മുടെ ഫേസിൽ എഗെയിൻ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് മുടി വളരുന്ന പോലെ ഫേസിൽ അതുപോലെ ഹെയർ ഗ്രോത്ത് കൂടുമോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഒരുപാട് പേര് ചെയ്യാതിരിക്കുന്നത്. ഞാനും കുറെ കാലം എന്റെ ഫേസിലെ ഹെയർ ഒന്നും റിമൂവ് ചെയ്യാറുണ്ടായിരുന്നില്ല. എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫേഷ്യൽ ഹെയർ ഉള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ഈ പ്രത്യേകിച്ച് ഈ സൈഡ് ഭാഗത്തും നെറ്റിയിലൊക്കെ ആയിട്ട് നല്ല രീതിക്ക് എനിക്ക് ഹെയർ ഉണ്ട്. ഈ ഒരു നെക്കിന്റെ സൈഡിലും നല്ല രീതിക്ക് തന്നെ ഹെയർ ഗ്രോത്ത് ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്നിട്ട് പോലും ഞാൻ എന്റെ ഫേസിൽ ഷേവ് ചെയ്യാറുണ്ടായിരുന്നില്ല. ബട്ട് വൺസ് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ ഒരു ഡിഫറൻസ് കറക്റ്റ് മനസ്സിലായിട്ടുള്ളത്. നമ്മുടെ ഫേസിൽ ഓവറോൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡിഫറൻസ് അറിയാനായിട്ട് പറ്റും. എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ആ ഒരു സംഭവം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ. ഇത് മടിക്കുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഹെയർ ഗ്രോത്ത് കൂടുക എന്നുള്ളൊരു റീസൺ കൊണ്ടാണ്. നമ്മുടെ ഫേസിലുള്ള ഹെയർസ് എന്ന് പറയുന്നത് വെല്ലസ് ഹെയർ ആണ്, അഥവാ എന്താ പറയുക പീച്ച് ഫസ് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ഹെയർ ആണ്. അപ്പൊ എന്താണ് ഈ വെല്ലസ് ഹെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തലയിൽ നല്ല തിക്കായിട്ട് അല്ലെങ്കിൽ നല്ല ലോങ് ആയിട്ടുള്ള ഹെയർ ആയിരിക്കും ഉണ്ടാവുക. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വെല്ലസ് ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ബോഡിയിൽ, നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഓവറോൾ ബോഡിയിൽ ആ ഒരു ഹെയർ ഉണ്ട്. വളരെ ലൈറ്റ് ആയിട്ടുള്ള, ഷോർട്ട് ആയിട്ടുള്ള, തിക്കല്ലാത്ത, തിന്നായിട്ടുള്ള ഹെയർസ് ഉണ്ടാവും, കുഞ്ഞു 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 മുടികൾ. അതിനെയാണ് ഈ ഒരു പീച്ച് ഫസ് അല്ലെങ്കിൽ വെല്ലസ് ഹെയർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്ത് ഈ വെല്ലസ് ഹെയർ ആണ് റിമൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫേസിലുള്ള ഹെയർ ഒന്ന് നോക്കുക, എങ്ങനെയാണ് ആ ഒരു ഹെയർ ഇരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് നല്ല രീതിക്ക്, ഇപ്പൊ ചിലവർക്കൊക്കെ മീശയുടെ അതിന് മീശ വരുന്ന മീൻസ് ഈ ലിപ്സിന്റെ മുകളിലുള്ള ഈ ഒരു ഭാഗത്തൊക്കെ നല്ല രീതിക്ക് കട്ടിയുള്ള ഹെയർ ആയിട്ട് അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെയാണ് നിങ്ങളുടെ ലിപ്സിന്റെ മുകളിലൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. ഷേവിങ് ചെയ്യാതിരിക്കാവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഷേവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പുറമേ ഉള്ളതെന്ന് നമ്മളിങ്ങനെ എന്താ പറയാ വടിച്ചു കളയാണ് ചെയ്യുന്നത്. ഒരിക്കലും അത് ഉള്ളിന്ന് നമ്മൾ പറിച്ചെടുക്കല്ല ചെയ്യുന്നത്. നമ്മൾ ത്രെഡ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു മുടിയിഴ ഫുള്ളായിട്ട് ആ ഒരു റൂട്ട് നടക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്ലക്ക് ചെയ്തെടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനത്തെ ഹെയർ ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലിപ്സിന്റെ മുകളിലും നിങ്ങളുടെ ഫേസിൽ അങ്ങനെ വരാൻ കൂടുതൽ ചാൻസ് കുറച്ച് കുറവാണ്. കൂടുതലും ലിപ്സിന്റെ ഭാഗത്തായിരിക്കും അത്ര കട്ടിയുള്ള ഹെയർ ഉണ്ടാവുക. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷേവ് ചെയ്യാതെ നിങ്ങൾക്ക് ത്രെഡ് ചെയ്യുകയോ വാക്സ് ചെയ്യുകയോ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവുക. വാക്സ് ചെയ്യാൻ ഇനിയിപ്പം സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ത്രെഡ് ചെയ്യാണ്. അതും നിങ്ങൾ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം ഈ ഭാഗത്തൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും നമ്മുടെ സ്കിന്ന്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ത്രെഡ് ചെയ്ത് എടുക്കുമ്പോൾ അവിടെ പൊട്ടൽ വീഴാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പാർലറിൽ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ആളെടുത്ത് പോയിട്ട് ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തിനാണ് നമ്മൾ നമ്മളുടെ ഫേസ് ഷേവ് ചെയ്യുന്നത്? ഫേസ് ഷേവ് ചെയ്യുന്നതിന്റെ നമ്പർ 1 നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്മൂത്തർ സ്കിന്നാണ്. അതായത് നമ്മുടെ ഫേസിലുള്ള ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഡെഡ് സ്കിൻസ് ആണ് റിമൂവ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഡെഡ് സ്കിന്നും അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പീച്ച് ഫസ് അഥവാ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന വെല്ലസ് ഹെയർ, ആ ഒരു കുഞ്ഞു കുഞ്ഞു മുടികൾ, അതും കൂടി റിമൂവ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിന് ആ ഒരു
സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഈവൻ ഒരു ബ്രൈറ്റർ കോംപ്ലക്ഷൻ നമുക്ക് തരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മുടെ ഫേസിന്റെ ടോപ്പ് ലെയർ ആണ് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ പോകുന്നത്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ തന്നെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള സ്കിൻ ആണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സ്കിന്നിലോട്ട് നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ പിന്നീട് യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് അത് എന്താ പറയുക സ്കിന്നിനുള്ളിലോട്ട് അങ്ങ് പെനിട്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുകയും കൂടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്താ പറയാ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒക്കെ ബെനിഫിറ്റ് നിങ്ങൾക്ക് നല്ല രീതിക്ക് ആദ്യമുള്ളതിനേക്കാൾ കൂടുതലായിട്ട് കിട്ടാനായിട്ട് തുടങ്ങും. ആൻഡ് തേർഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊരു ഫൗണ്ടേഷനോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്താ പറയുക BB ക്രീംസ് CC ക്രീംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുമല്ലോ. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അത് നല്ല സ്മൂത്ത് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഗ്ലൈഡ് ചെയ്തിട്ട് പോയിട്ട് നമുക്കൊരു എന്താ പറയുക സ്മൂത്ത് ഫിനിഷ് ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ്. എക്സ്ഫോളിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നമ്മൾ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്യും. നമ്മളിപ്പോ സ്ക്രബ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഫേസ് ഷേവ് ചെയ്യാന്ന് പറയുന്നത് ഒരു ജെന്റിൽ ഫോം ഓഫ് എക്സ്ഫോളിയേഷൻ കൂടിയാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ എക്സ്ഫോളിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലുള്ള ആ ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പോഴ്സിൽ ഇങ്ങനെ ഡേർട്ടും കാര്യങ്ങളൊക്കെ അടിഞ്ഞു കൂടിയിട്ട് പോസ് ക്ലോഗ് ആവും. അപ്പൊ അത്തരത്തിൽ പോസ് ക്ലോഗ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് അല്ലേ റിമൂവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എക്സ്ട്രാ വരുന്ന ഓയില് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ പുറമേയുള്ള ലെയറിലാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന പൊടി അങ്ങനത്തെ സംഭവങ്ങൾ എന്ത് ഡേർട്ട് ഉണ്ടെങ്കിലും നമ്മുടെ പുറമേയുള്ള ഈ ഒരു സ്കിൻ ലെയറിലാണ് ഉണ്ടാവുക. അപ്പൊ അതങ്ങ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ആ ഒരു ഡേർട്ടും എക്സ്ട്രാ വരുന്ന ഓയിൽനെസ്സും പിന്നെ നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഡേർട്ടും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് റിമൂവ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ചെറിയ ചെറിയ എന്താ പറയുക ഡാർക്ക് സ്പോട്സിന്റെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈവൻ നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും ഗ്ലോയിങ് ആക്കാനും നല്ല യൂത്ത്ഫുൾ ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ ഫേസ് ഷേവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് നിർബന്ധമായിട്ടും ക്ലെൻസ് ചെയ്തിരിക്കണം കേട്ടോ. യൂസ് ചെയ്യുന്ന റേസർ ഏതും ആവട്ടെ നല്ല ഷാർപ്പ് ആയിട്ടുള്ള നല്ല മൂർച്ചയുള്ള റേസർ തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. ഷേവ് ചെയ്യണതിന്റെ മുന്നേ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ആലോവേറ ജെല്ല് അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിലോട്ട് പോയിട്ട് നിങ്ങൾ ഷേവ് ചെയ്യരുത്. നല്ല രീതിക്ക് തന്നെ ഒരു തിക്ക് ലെയർ ഓഫ് ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ആലോവേറ ജെല്ല് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് വേണം ഷേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷേവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട ആഫ്റ്റർ കെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് എഗെയിൻ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്യുക. നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഫേസ് അപ്പൊ തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യാം കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു എന്താ പറയുക നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മോയ്സ്ചറൈസർ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ആ ഒരു ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ഫേഷ്യൽ ഹെയറിന്റെ. അപ്പൊ അതെല്ലാം കൂടി നമ്മുടെ ഫേസിൽ നിന്നിട്ട് പോസിനുള്ളിൽ കയറിയിട്ട് ക്ലോഗ് ആവുകയും നമുക്ക് പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പം അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ പോയിട്ട് നിങ്ങൾ നല്ലൊരു ഫേസ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക. അതിനുശേഷം പാഡ് ഡ്രൈ ചെയ്ത ശേഷം നല്ലൊരു ആലോവേറ ജെല്ല് അല്ലെങ്കിൽ മോയ്സ്ചറൈസർ നല്ലൊരു തിക്ക് ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് എന്റെ ഫേസ് ഷേവ് ചെയ്യുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളും അതിന്റെ എങ്ങനെയൊക്കെ രീതിയിൽ ടിപ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ ഫേസ് ഒന്ന് കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹെയർ ഒന്ന് ടൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ലിപ്സിൽ കുറച്ച് ലിപ് ടിൻറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഫേസിൽ ഞാൻ വേറൊരു മേക്കപ്പോ അല്ലെങ്കിൽ പൗഡറോ ഒന്നും ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ ഫേസിൻ്റെ ഈ സൈഡിലും അതുപോലെ ഇവിടെയും ഹെയർസ് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ ഞാൻ ബോംബെ കമ്പനിയുടെ ഈ ഒരു ബോംബെ ബൈ ബോംബെ ഷേവിംഗ് കമ്പനിയുടെ ഈ ഒരു റേസറാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് പെട്ടിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു റേസർ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്തും വെക്കാം. അതുകൊണ്ട് സേഫ് ആണ്, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഈ ഒരു ഷേവിംഗ് റേസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷേവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് അത്യാവശ്യം നല്ല റേസറാണ് കേട്ടോ. ഇത് ഞാൻ സ്മിറ്റനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. സ്മിറ്റനിന്ന് എനിക്ക് തോന്നുന്നു 2 or 3 ട്രയൽ പോയിന്റ്സ് കൊടുത്തിട്ടായിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആട്ടോ, നല്ല മൂർച്ച ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും മൂർച്ച ഉണ്ടാവുന്നുള്ളത്. പക്ഷെ ഇവരുടെ ഈ ഒരു കമ്പനി അടിപൊളിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ വേറെയും കുറെ ഷേവിംഗ് റേസേഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. നമ്മുടെ കാർമേഴ്സിന്റെ ഒക്കെ ഷേവിംഗ് റേസർ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്യാം. ഇതും നല്ലതാണ്, അടിപൊളിയാണ്. നല്ല രീതിക്ക് എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ആയിട്ടുള്ള ഒരു റേസർ ആണ് കേട്ടോ. ഇതിപ്പോ ഇനി നിങ്ങൾക്ക് ഫേസ് ഷേവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ഹൈഡ്രേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മുടെ ഫേസിന് എന്താ പറയാ, ഒരിക്കലും ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലോട്ട് നമ്മൾ ഷേവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫസ്റ്റ് ഫേസ് നല്ല രീതിക്ക് നിങ്ങൾ എവിടെയാണോ ഷേവ് ചെയ്യുന്നത് അവിടെ നല്ല രീതിക്ക് നിങ്ങൾ ഒരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അപ്പൊ ഞാൻ ഓൾറെഡി വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു ആലോവേര ജെൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ ഇവിടെ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്, സെറ്റാഫിലിന്റെ. ഈ ഒരു മോയ്സ്ചറൈസർ എനിക്ക് അത്രയ്ക്ക് സ്യൂട്ടബിൾ അല്ല. ബിക്കോസ് ഇത് എന്താ പറയാ, നോർമൽ ടു കോമ്പിനേഷൻ സ്കിൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും എന്റേത് കുറച്ചും കൂടി ഒരു ഓയിലി സൈഡിലോട്ട് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഓയിലി ആക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ ഫേസിൽ ഒരുപാട് നേരം ഇടുന്ന രീതിക്ക് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാറില്ല. ഞാൻ ഇതുപോലെ ഫേസ് ഷേവ് ചെയ്യുന്ന സമയത്തൊക്കെ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ജസ്റ്റ് അപ്ലൈ ചെയ്യും, അപ്പൊ തന്നെ അത് ഷേവ് ചെയ്ത് കളയുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു സെറ്റഫിലിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഷേവ് ചെയ്യുന്ന ഈ ഒരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആലോവേര ജെൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആലോവേര ജെൽ കറന്റ് ഇപ്പൊ എന്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. നല്ല രീതിക്ക് തന്നെ ഈ ഒരു ലോഷൻ എന്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷേവ് ചെയ്യുന്ന ഏത് ഭാഗമാണോ അവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യുക. അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഷേവ് ചെയ്ത ശേഷം നെക്സ്റ്റ് ഏരിയ ഏതാണോ ഷേവ് ചെയ്യുന്നത് അവിടെ അപ്ലൈ ചെയ്തിട്ട് അപ്പൊ ഷേവ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്കിന്നിലോട്ടൊന്ന് സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷേവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലോഷൻ ഒന്ന് ഡ്രൈ ആയിട്ട് പോകും. അപ്പൊ ആദ്യം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ഏരിയ ഫുൾ ഷേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് സെക്ഷനിലോട്ട് കടക്കുകയായിരിക്കും നല്ലത്. ഞാൻ എൻ്റെ കൃതാവിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഹെയർ അവിടെ വെച്ചിട്ട് ബാക്കി ഭാഗമാട്ടോ ഷേവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോഴാണ് വീഡിയോ എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ അതായത് ഇതുപോലെ ആ ലോഷൻ ഉൾപ്പെടെ നമ്മുടെ ഹെയർസ് അങ്ങനെ ഒരുമിച്ച് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തിക്ക് ലെയർ ഓഫ് ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ച് വീഡിയോസൊക്കെ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് കണ്ടോ ഇപ്പോഴത്തേക്ക് എൻ്റെ ഫേസിലുള്ള അത് ഡ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഹൈഡ്രേഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഫേസ് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അപ്പുറത്തെ ഭാഗം സെയിം രീതിക്ക് തന്നെ എടുത്തു കൊടുത്ത ശേഷം ഞാൻ നെറ്റിയിൽ എടുക്കാൻ വേണ്ടി പോകട്ടെ. നെറ്റി എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കാരണം നമ്മുടെ ഐബ്രോസ് ഉള്ളതുകൊണ്ട് തന്നെ ഐബ്രോസ് കട്ടായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ, എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഫോർഹെഡിൻ്റെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ ഫേഷ്യൽ ഹെയർസ് ഉണ്ട്. അപ്പോൾ എടുത്തു കൊടുക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ട് സൂക്ഷിച്ച് എടുത്തു കൊടുക്കണം, പതുക്കെ എടുത്തു കൊടുക്കുക. അതുപോലെ ഈ ഒരു ഐബ്രോസിൻ്റെ കുറച്ച് എന്താ പറയുക ആ ഒരു ഭാഗത്ത് വെച്ച് നിർത്തണം, അല്ലെങ്കിൽ ഐബ്രോസ് കട്ടായി പോകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി ഒരു ഔട്ട്ലൈൻ കൊടുത്ത ശേഷം വേണമെങ്കിൽ അങ്ങനെ എടുത്തു കൊടുക്കാം കേട്ടോ. എനിക്ക് പിന്നെ ഓൾറെഡി എടുത്ത് ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിലൊക്കെ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഔട്ട്ലൈൻ കൊടുത്ത ശേഷം എടുക്കുകയാണെങ്കിൽ ഐബ്രോസ് കട്ടായി പോകത്തില്ല കേട്ടോ. പിന്നെ ഞാൻ ഫോണിലേക്ക് നോക്കിയിട്ട് ഫോണിലെ സ്ക്രീനിൽ നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എനിക്ക് പല ഹെയർസ് ഇപ്പോൾ ഞാൻ സൈഡ് ചെയ്തപ്പോഴാണെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് പിന്നെ ഞാൻ മിറർ നോക്കിയിട്ട് ബാക്കി ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ രണ്ട് ഭാഗത്തുള്ള ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് നിൽക്കുന്ന ഹെയർസ് എടുത്തു കൊടുക്കുന്നില്ല, കാരണം ഓൾറെഡി എൻ്റെ ഫേസ് ഇപ്പോൾ തടി വെച്ചതുകൊണ്ട് ചബ്ബിയാണ്. അപ്പം ഞാൻ ആ ഭാഗത്തുള്ള ഹെയർസ് എടുത്തു കൊടുക്കുമ്പം മൊത്തത്തിൽ ഇങ്ങനെ മുഖം ഭയങ്കര വട്ട മുഖമായിട്ടുണ്ടാവും കേട്ടോ. ഇതിലിങ്ങനെ ചബ്ബിയായിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം എടുത്തു കൊടുക്കുന്നില്ല. ഇനി അപ്പർ ലിപ്സിൻ്റെ ഭാഗം എടുത്തു കൊടുക്കുക കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാക്ക് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എടുക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക സ്ട്രെച്ച് ചെയ്തിട്ട് പിടിക്കുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് എടുത്തു കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് സൂക്ഷിച്ചിട്ട് വേണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ ഫോൺ ക്യാമറ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും കുറേ ഹെയർസ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതും ഞാൻ എടുത്തു കൊടുക്കുകയാണേ. എന്റെ ഫേസിലുള്ളതും അതുപോലെ നെക്കിലുള്ളതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് എടുത്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ, കണ്ടോ. ഇനി ഞാൻ പോയിട്ട് എന്റെ ഫേസ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ഞാൻ ഷേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോയിട്ട് നമ്മുടെ ഫേസ് നല്ലൊരു മൈൽഡ് ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഫേസ് ഒന്ന് ഒരു മൈൽഡ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് വരാം. അതുണ്ടല്ലോ ഞാനൊന്ന് പാറ്റ് ഡ്രൈ ചെയ്തെടുത്തു. അപ്പൊ ഞാൻ ഓൾറെഡി ഇപ്പൊ ഫേസ്
നല്ല ഗ്ലോയിങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇതിലും വൃത്തി ഉണ്ടാവും. ഞാൻ ഐബ്രോസ് എടുത്തു കൊടുത്തിട്ടില്ല, കാരണം ഐബ്രോസ് ഞാൻ നാളെ എങ്ങാനും പോയിട്ട് ത്രെഡ് ചെയ്യും. ഞാൻ ത്രെഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ ഐബ്രോസ് എടുത്തു കൊടുക്കാഞ്ഞത്. ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടെ. ഇപ്പൊ തന്നെ ഫേസ് ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുണ്ട്. ഫേസിന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ ഒരു ഗ്ലോ കിട്ടും കേട്ടോ. നമുക്കത് അറിയാനായിട്ട് പറ്റും, തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഫേസ് ക്ലീൻ ചെയ്ത് വന്ന ശേഷം നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. ഫേസ് ക്ലീൻ ചെയ്യുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ലൊരു തണുത്ത വെള്ളത്തിൽ വേണം നിങ്ങൾ കഴുകാൻ വേണ്ടി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളം വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് കിട്ടുന്ന വെള്ളം തന്നെ നല്ല തണുത്തിട്ടിരിക്കുകയല്ലേ ചെയ്യുക. അപ്പൊ ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് കഴുകിയാലും മതി. അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഫേസിൽ മോയ്സ്ചറൈസർ ഒക്കെ ഇട്ട് ഹെയർസ് ഒക്കെ ഷേവ് ചെയ്തതില്ലേ, അപ്പം നമ്മുടെ പോസിന്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ കയറിയിട്ട് പോസ് ക്ലോഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പിമ്പിൾസ് വരും. സോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഫേസ് നല്ല രീതിക്ക് തന്നെ നല്ലതായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളം യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ പോസ് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്ലോസ് ആവുമ്പോൾ അധികം എന്താ പറയാ ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു പോസിന്റെ ഉള്ളിൽ കയറിയിട്ട് എഗെയിൻ അത് എന്താവില്ല പോസ് ക്ലോഗ് ആവാനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഏതെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേര ജെല്ല് നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങളുടെ ഫേസിൽ യൂസ് ചെയ്യേണ്ടത് വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സ്കിന്ന് കുറഞ്ഞ് ഷേവ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസർ എന്തെങ്കിലും ഇട്ട് നല്ല രീതിക്ക് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഡോട്ട് ആൻഡ് കീന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി ഒരു മോയ്സ്ചറൈസർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ജെൽ ടൈപ്പ് ആണ്. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണ്, കോമ്പിനേഷനിൽ തന്നെ ഓയിലി സ്കിൻ ടൈപ്പ് കൂടുതലായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു മോയ്സ്ചറൈസർ ആണ്. സോ ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ, കണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ സ്റ്റെപ്സും കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് വിടുന്ന ഷേവ് ചെയ്യാം. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.